അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ വർഷത്തെ ഓണത്തിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടിയാണ് ഈ വർഷത്തെ ഓണം ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ നാട്ടിൽ പോകാത്ത ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടി ഒരു വീട്ടിലാണ് ഈ വർഷം ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. ആ വീടാണ് ഇത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ 2-3 പേര് എത്തിയ ശേഷം പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള പരിപാടികളാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത്. അങ്ങനെ വീട്ടിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം അങ്ങ് കിച്ചണിലേക്ക് കയറി. പിന്നെ സദ്യ ഒരുക്കുന്നതിൻ്റെ ബഹളമായിരുന്നു കുറേ സമയത്തേക്ക്. ഈ സമയം കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലായി. ഇടയ്ക്കിടയ്ക്ക് അമ്മമാരും കൂടെ കൂടി. അങ്ങനെ അടിപൊളി ഒരു പൂക്കളം റെഡിയാക്കിയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ അടുക്കളയിൽ ബാക്കിയുള്ള പാചകവും സദ്യക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഏറ്റവും അവസാനം പായസമാണ് റെഡിയാക്കിയത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സദ്യ വിഭവങ്ങൾ. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പരിപ്പ്, സാമ്പാർ, പച്ചടി, കിച്ചടി, തോരൻ, മെഴുക്കുവരട്ടി, കൂട്ടുകറി, ഓലൻ, അച്ചാറുകൾ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. കാളൻ, ഇഞ്ചിക്കറി, ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വെച്ചത് പായസമാണ്. പായസം നമ്മുടെ പാലട പായസമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഈ സമയം പൂക്കളം പുരോഗമിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ കൂടി അതൊന്ന് റെഡിയാക്കി എടുക്കുകയായിരുന്നു. ഒരുവിധം നല്ല പൂക്കളമായിരുന്നു അവസാനം കുട്ടികളെല്ലാം റെഡിയാക്കി എടുത്തത്. അപ്പോഴേക്കും സദ്യയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പിന്നെ പായസം ഉപ്പ് നോക്കുന്ന പരിപാടിയായി. പിന്നെ പൂക്കളമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചെടുക്കാൻ തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് തന്നെ ആദ്യം സദ്യ വിളമ്പി. അപ്പോഴേക്കും പുറത്ത് ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. ആണുങ്ങളെല്ലാം എല്ലാം റെഡിയായി വന്ന് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. എല്ലാവരും, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം വളരെയേറെ എൻജോയ് ചെയ്തൊരു ഓണമായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ ഓണം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓണമായിരുന്നു. പിന്നെ പെണ്ണുങ്ങളുടെ എല്ലാം ഒരുക്കമായിരുന്നു. എല്ലാവരും മേളത്ത് നിലയിലോട്ട് പോയി എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഒരുങ്ങി താഴേക്ക് വന്ന് പിന്നെ ഫാമിലീസിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ആഹാരം കഴിക്കാനിരുന്നത്. ഇതാണ് ഇവരുടെ എല്ലാ ഏട്ടനും ഏട്ടത്തിയമ്മയും ഫാമിലിയും. ഇവരുടെ വീടാണ് ഇത്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്നത്. മിക്കവാറും നമ്മളെല്ലാം ഒത്തുകൂടുന്ന ഈ വീട്ടിലാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസായി. കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ഡാൻസ് ചെയ്തു. ആ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നില്ല. വേറെ പാട്ടുകളാണ് ഇതിൽ ചേർക്കുന്നത്. വേറെ മ്യൂസിക്കുകളാണ് ഇതിൽ ചേർക്കുന്നത്.
പിന്നെ എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങി. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ഓരോരോ ഗെയിമുകൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതൊക്കെയായി. പിന്നെ ഗെയിമിലോട്ടായി എല്ലാവരുടെയും ശ്രദ്ധ. പിന്നെ എല്ലാവരും അങ്ങ് ടെറസിൻ്റെ മേലേക്ക് പോയി. ഇതാണ് ടെറസിൽ നിന്നുള്ള വ്യൂ. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ടെറസിൽ നിന്ന് നമ്മൾ കാണുന്നത്. ബാംഗ്ലൂരിലെ വളരെയധികം ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണിത്. നല്ല കാറ്റും ഫ്രഷ് എയറും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സിറ്റിയിൽ നിന്നും കുറച്ച് ദൂരെയാണെങ്കിലും നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്, ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശാന്തതയും നല്ല കാലാവസ്ഥയും നല്ല ശുദ്ധവായു ഒക്കെ ഒരുപാട് കിട്ടുന്നൊരു സ്ഥലമാണിത്. പിന്നെ ടെറസിൻ്റെ മുകളിലായി അടുത്ത ഗെയിമിൻ്റെ പരിപാടികളല്ല. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല സന്തോഷകരമായ ഒരു ഓണ ദിവസമായിരുന്നു ഈ 2024 ഞങ്ങളുടെ ഓണം. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഓണം. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസം അടിച്ചു പൊളിച്ച ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.